ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബോണ്ടയാണ്. അതിനായിട്ടൊരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് മൈദയും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഏലക്കായും ജീരകവും എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 മൈസൂർ പഴവും പിന്നെ പഞ്ചസാര ഇട്ട് അടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പസോഡയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ശകലം വെള്ളം ഒഴിച്ച് മാവൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ട് നമ്മളതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമുക്കതൊന്ന് അടച്ച് വെച്ചു. ഇത് കണ്ട മാവൊക്കെ നല്ല പോലെ പുളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അപ്പസോഡ ഇട്ട കാരണം നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് അടുപ്പേ വെച്ചു. ഇത് കണ്ട ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, മറന്നു പോയി. വീഡിയോ പെട്ടിട്ടില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് കാണിക്കുക ഞാൻ എടുത്തത്. അപ്പോൾ ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനൊന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റണം. അത് കണ്ടോ, ഞാനിത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബോണ്ട, ഞങ്ങൾ കായപ്പൊന്നും പറയും കേട്ടോ. ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാവും.